വേടനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയെ കക്ഷി ചേർക്കാൻ അനുമതി നൽകി ഹൈക്കോടതി. വേടനെതിരെ കൂടുതൽ പരാതികൾ ഉണ്ടെന്നും സ്ഥിരം കുറ്റവാളിയാണെന്നും പരാതിക്കാരി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിവരങ്ങൾ. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് വേട നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. നിലവിൽ ഹിരൺദാസ് മുരളി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് പോലീസ് എന്നുള്ളതാണ് കേസിന്റെ അവസ്ഥ. ആ ഘട്ടത്തിലാണ് പരാതിക്കാരിയെ കൂടി കക്ഷി ചേർക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് കോടതി പോയിരിക്കുന്നത്. പ്രതിഭാഗം അതിനെ എതിർത്തിരുന്നില്ല. പരാതിക്കാരിയുടെ അഭിഭാഷക കോടതിയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വേടൻ സ്ഥിരമായി ഇത്തരത്തിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണ്, ലൈംഗിക അതിക്രമം നടത്തുന്ന ആളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നിലവിലുണ്ട്. സർക്കാരിലടക്കം സ്വാധീനമുള്ള ആളാണ് എന്ന് പരാതിക്കാരി പറഞ്ഞിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പരാതിക്കാരിയെ കക്ഷി ചേർക്കാൻ നിലവിൽ കോടതി അനുമതി നൽകിയിരിക്കുന്നത്. നാളെ പരാതിക്കാരിയുടെ വിശദമായ ഭാഗം അവർ കോടതിയെ അറിയിക്കും. നോട്ട് അറസ്റ്റ് വേണം, അറസ്റ്റ് തടയണം എന്ന ആവശ്യം വേടന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചെങ്കിലും നാളെ ഹർജി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ നിലവിൽ നോട്ട് അറസ്റ്റ് നൽകിയിട്ടില്ല. നാളെ ഉച്ചക്ക് ഹർജി വീണ്ടും പരിഗണിക്കും. വേടനെ സംബന്ധിച്ച് ഒരല്പം പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഒരു കേസ് തൃക്കാക്കര പോലീസ് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പിന്നാലെ മുഖ്യമന്ത്രിക്ക് മുൻപാകെ 2 യുവതികൾ വേടൻ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പരാതി വന്നിരിക്കുന്നു. അങ്ങനെ ഈ മുൻകൂർ ജാമ്യയുടെ അവസ്ഥയുടെ കാര്യം വലിയ പ്രതിസന്ധിയിലാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ടി കെ. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.